ഹലോ എവരി വൺ, വൈ കൊമേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈ കൊമേഴ്സിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ആദ്യമായിട്ട് FYUGP പ്രകാരം ക്ലാസ് എടുത്ത് തുടങ്ങിയത് ഞങ്ങളാണ്. ക്ലാസ് എടുക്കുക മാത്രമല്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഈസി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളും ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരുടെ ജീവിതത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയാലും ശരി, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയാലും ശരി, ഹ്യൂമാനിറ്റീസ് ആയാലും ശരി, ഇതൊന്നും പഠിക്കുന്നില്ല എങ്കിൽ പോലും എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ചില സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ചോദ്യം വരും, ഈ സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? പക്ഷേ ഈ സബ്ജക്റ്റിൽ നിങ്ങളത് ചോദിക്കേണ്ട കാര്യം വരില്ല. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇപ്പം നിങ്ങളൊരു ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിച്ചിടുന്നു, ഒരു ഹൗസ് വാങ്ങിക്കുന്നു, ഇതെല്ലാം എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കും. ഭാവിയിൽ നമുക്ക് എന്താണ്, നന്നായിട്ട് ജീവിക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി സഹായിക്കും. ഇതിൽ ഈ ചാപ്റ്ററിൽ നമ്മുടെ ഈ ടെക്സ്റ്റിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ടെക്സ്റ്റിൽ 5 മൊഡ്യൂളാണ് ഉള്ളത്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ബേസിക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിക്സ് എന്താണെന്നൊക്കെ പഠിക്കും. സിമ്പിളാണല്ലോ. പിന്നെ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. റിസ്ക് റിട്ടേൺ നിങ്ങൾ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ വന്നിട്ട് പരസ്യത്തിലൊക്കെ പറയുന്നത്, മ്യൂച്വൽ ഫണ്ട്, അമിതാഭ് ബച്ചനൊക്കെ വന്നിട്ട് പറയും മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. എല്ലാത്തിനും എന്താണ്, കുറച്ച് റിസ്ക് ഉണ്ട്. റിസ്ക് കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും, റിട്ടേൺ കൂടുതലായിരിക്കും. ഭയങ്കര റിസ്ക് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അതിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, റിട്ടേൺ ഭയങ്കര കൂടുതലായിരിക്കും. റിസ്ക് കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, എക്സാമ്പിളായിട്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിൽ റിസ്ക് കുറവാണ്. കാരണം ബാങ്കുകളിൽ റിസ്ക് കുറവാണ്. ആ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പൈസയും ഇൻട്രസ്റ്റും എല്ലാം നമുക്ക് കിട്ടും. അവിടെ റിസ്ക് കുറവാണ്, പക്ഷേ എന്താണ്, റിട്ടേണും കുറവാണ്. അല്ലാതെ ഉള്ള ഹൈ റിസ്ക് ഉള്ള ഏരിയാസ് ഉണ്ട്, നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ പറയാം. അവിടെയൊക്കെ എന്തായിരിക്കും, റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ എന്തായിരിക്കും, റിട്ടേണും കൂടുതലായിരിക്കും. ഭയങ്കരമായിട്ടുള്ള റിട്ടേൺ, 300% റിട്ടേൺ കിട്ടുന്നവരുണ്ട്. വാറൻ ബഫറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ വാറൻ ബഫറ്റാണ് രാകേഷ് ജുൻജുൻവാല. അവരൊക്കെ അത്യാവശ്യം ഈ മേഖലയിൽ ഫേമസ് ആയ ആളുകളാണ്. പലർക്കും അറിയായിരിക്കും, ഈ മേഖലയൊക്കെ ഫോളോ ചെയ്യുന്ന പലർക്കും അറിയായിരിക്കും. പിന്നെ ടൈം വാല്യൂ ആൻഡ് കോമ്പൗണ്ടിങ് എഫക്റ്റ്. ഇപ്പം ടൈം വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1990 1 രൂപയുടെ വാല്യൂ ആണോ ഇന്നത്തെ 2024 1 രൂപയുടെ വാല്യൂ? കാലത്തിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. 1 rupee റിസീവ്ഡ് ടുമാറോ ഈസ് മോർ വർദിയർ ദാൻ 1 rupee റിസീവ്ഡ് ടുഡേ. നാളെ എന്താണ്, നാളെ 1 രൂപ കിട്ടുന്നതിനേക്കാളും ഇന്ന് 1 രൂപ കിട്ടുന്നതിനാണ് വാല്യൂ കൂടുതൽ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ആസറ്റ് ലൊക്കേഷൻ. ഇങ്ങനെ 5 മൊഡ്യൂളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിളായിട്ടുള്ള 5 മൊഡ്യൂളുകൾ. നിങ്ങൾക്ക് ഈ 5 മൊഡ്യൂളുകൾ പഠിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയാസ് എല്ലാം കിട്ടും. പിന്നെ അങ്ങോട്ട് പോകുന്തോറും ഓരോ സെംബൈസ് അല്ലേ, അങ്ങോട്ട് പോകുന്തോറും ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. ഇൻവെസ്റ്റ്മെൻ്റ് ലൈഫ് സൈക്കിൾ. ഇൻവെസ്റ്റ്മെൻ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പം അക്കുമുലേഷൻ സ്റ്റേജ് ഉണ്ട്, കൺസോൾട്ടേഷൻ സ്റ്റേജ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ഉണ്ട്, ലെഗസി സ്റ്റേജ് ഉണ്ട്. അങ്ങനെ 4 സ്റ്റേജ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം. അക്കുമുലേഷൻ എന്ന് പറയുമ്പം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയേ ഉള്ളൂ, നമ്മുടെയൊക്കെ പ്രായം ഒരു 20 വയസ്സ് തൊട്ട് തുടങ്ങുകയാണ്. കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു 40 വയസ്സിന് ശേഷം തുടങ്ങുന്നതാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സാധനങ്ങൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് നമ്മുടെ ഹെയേഴ്സിനൊക്കെ, ഫ്യൂച്ചർ നമ്മുടെ മക്കൾക്കൊക്കെ. റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഒക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. റിട്ടയർമെൻറ്റ്. അപ്പോൾ ഇതാണ്
നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും നമുക്കിനി ക്ലാസ്സിൽ കാണാം. താങ്ക് യു.